ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യു നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 6 days ആയിട്ട് കുറേ തിയറി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബോർ അടിച്ചു തുടങ്ങി എനിക്ക് തിയറി പറഞ്ഞ്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ പഠിച്ചിട്ട് അതിലൂടെ തിയറി പഠിക്കാം. നമ്മൾ മെഷീൻ ലേണിംഗും NLP ഒക്കെ അങ്ങനെ പഠിച്ചു നോക്കുന്നത്, പ്രാക്ടിക്കലിലൂടെ തിയറിയാണ് പഠിച്ചു നോക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കാം. ഫൈൻ. അപ്പം നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ടെൻസർ ഫ്ലോ ആയിരിക്കും. ഇങ്ങോട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ടെൻസർ ഫ്ലോ. അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഷീൻ ലേണിംഗ് പഠിക്കണം, ഇവിടെ നമ്മൾ പ്ലേലിസ്റ്റിൽ 5 വീഡിയോ മാത്രമേ പബ്ലിക് ആക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ മെമ്പേഴ്സ് ഓൺലി ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരുമ്പോൾ മെമ്പേഴ്സ് ഓൺലി എവിടെ 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 നമ്മുടെ മെഷീൻ ലേണിങ്ങോ പവർ BIയോ ഏതാണെങ്കിലും ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1199 റുപ്പീസാണ് വരുന്നുണ്ടായിരിക്കാം. അത് മന്ത്ലി മെമ്പർഷിപ്പാണ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണെങ്കിൽ 3000 റുപ്പീസേ വരുന്നുണ്ടാവത്തുള്ളൂ. അത് നിങ്ങൾക്ക് മന്ത്ലി ഒന്നും വേണ്ട, ആകെ ഒരൊറ്റ വൺ ടൈം പേയ്മെന്റ് ആണ്. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആക്സസ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തായിരുന്നു, ടെൻസർ ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല, അതൊരു ഫ്രെയിം വർക്കാണ്. ഓക്കെ. അത് ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയാം. ഈ ഡീപ്പ് ലേണിങ്ങിന് മെഷീൻ ലേണിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് എന്ത്, ടെൻസർ ഫ്ലോ. അത് ഗൂഗിളിന്റെ ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. ഓക്കെ. ഓപ്പൺ സോഴ്സ് ലൈബ്രറി ബൈ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ് എന്ത്, ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും വലിയ വലിയ ഡാറ്റ സെറ്റിലും ഈ ന്യൂറൽ നെറ്റ്വർക്കിലൊക്കെ ആയിരിക്കും ഈ ഒരു ടെൻസർ ഫ്ലോ വർക്ക് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ കേരാസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് കേരാസ്? കേരാസ് എന്ന് പറയുന്നത് ഈ ടെൻസർ ഫ്ലോന്റെ ഉള്ളിൽ വരുന്ന ഒരു API ആണ്. ഓക്കെ. ഒരു ഹൈ ലെവൽ API ഇൻസൈഡ് ടെൻസർ ഫ്ലോ, TF എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടെൻസർ ഫ്ലോന് ഉള്ളിൽ വരുന്ന ഒരു ഹൈ ലെവൽ API ആയിരിക്കും എന്ത്, കേരാസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ സിമ്പിൾ ആക്കാനും അല്ലെങ്കിൽ ഈസി ആക്കാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. എന്നുവെച്ചാൽ ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു എഞ്ചിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ കേരാസിന് എന്താണ്, ആ എഞ്ചിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പാനൽ. ഓക്കെ. ടെൻസർ ഫ്ലോ എന്നുള്ളത് ഒരു എഞ്ചിനും കേരാസ് എന്ന് പറയുന്നത് എന്താണ്, ടെൻസർ ഫ്ലോനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിപ്പ് ഇൻസ്റ്റാൾ ടെൻസർ ഫ്ലോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ഒരു ടെൻസർ ഫ്ലോ ഉണ്ട്, റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുന്നത്. ഫൈൻ. ഇനി ഇതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം അല്ലെ. ഇതൊരു ഓപ്പൺ സോഴ്സ് ലൈബ്രറി കൂടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന് ഇമ്പോർട്ട് എങ്ങനെയാ, ഇമ്പോർട്ട് ടെൻസർ ഫ്ലോ ആസ് TF ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇനി അതിന്റെ വേർഷൻ നോക്കണമെങ്കിൽ TF ഡോട്ട് വേർഷൻ 2.20.0 ആണ് ഇപ്പൊ കറണ്ട് വേർഷൻ വന്ന് നോക്കുന്നത്. ഇനി ഈ ടെൻസർ ഫ്ലോന്റെ ഉള്ളിലാണ് കേരാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഫ്രം ടെൻസർ ഫ്ലോ ഇമ്പോർട്ട് കേരാസ്. ഓക്കെ. ടെൻസർ ഫ്ലോയിൽ നിന്ന് കേരാസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ കോഡൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ നമുക്കൊന്ന് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഒരു സീക്വൻഷ്യൽ മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ മോഡൽ ഈക്വൽസ് കേരാസ് ഡോട്ട് സീക്വൻഷ്യൽ, ഇവിടെ സജഷൻ വരുന്നുണ്ടായിരിക്കും, നിങ്ങളത് നോക്കണ്ട കേട്ടോ. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കേരാസ് ഡോട്ട് layers dot dense റേറ്റ് കൊടുക്കണം 8, activation equals blue. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ എഗെയിൻ ഒരെണ്ണം കൂടി കൊടുക്കുന്നുണ്ട്, കേരാസ് ഡോട്ട് layers dot dense ഇവിടെ 1, ആക്ടിവേഷൻ ഈക്വൽസ് ഞാനിവിടെ സിഗ്മോയിഡ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇതെന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു സീക്വൻഷ്യൽ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സീക്വൻഷ്യൽ മോഡൽ മീൻസ് ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതിലത്തെ ഫസ്റ്റത്തെ ഹിഡൻ ലെയർ ആണ് ഇത്. 8 ന്യൂറോൺസ് ഉണ്ട്, അല്ലെങ്കിൽ 8 യൂണിറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ. ഓരോ ലെയറുകളായിട്ട് ഹിഡൻ ലെയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നാണ്.
അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ ലെയർ ആണെന്ത് ഇത്. അതിൽ എത്ര ഡെൻസ് എത്ര കൊടുത്തോക്കുന്നേ 8 എന്നാണ്. എന്ന് വെച്ചാൽ 8 ന്യൂറോൺസ് അതിലുണ്ട്. ക്ലിയർ അല്ല? ആ ഒരു ന്യൂറോണിന്റെ ഇമേജ് നിങ്ങൾ നോക്കുക. നമ്മൾ പഠിച്ച ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, അഗെയിൻ ഹിഡൻ ലെയർ, പിന്നെ ഔട്ട്പുട്ട് ലെയർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലത്തെ ആദ്യത്തെ ഹിഡൻ ലെയർ ആണിത്. അതിൽ 8 ന്യൂറോൺസ് ഉണ്ട്. എന്നുവെച്ചാൽ 8 വട്ടങ്ങൾ, നമ്മൾ ആ വട്ടങ്ങൾ ഇട്ട് വരച്ചത് ഓർമ്മയുണ്ടോ? 8 വട്ടങ്ങളുണ്ട്. ഓക്കെ. ഓരോ ന്യൂറോൺ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ആ ഇൻപുട്ട് ഡാറ്റയിൽ നിന്ന് വരുന്ന പാറ്റേൺസിന് അവിടെ പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരിക്കും. ഫൈൻ. ഓക്കെ. ഈ RELU എന്ന് പറയുന്നത് റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൈൻ. അതെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയാ, ഈ നോൺ ലീനിയർ പാറ്റേൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ലേൺ ചെയ്യാനായിട്ട് ഈ മോഡലിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഈ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്, നമ്മുടെ ഹിഡൻ ലെയർ. ഫൈൻ. ഓക്കെ. ഇനി പിന്നെ ഇവിടെ കൊടുത്തു നോക്കുന്നത് എന്താ? കേരാസ് ഡോട്ട് ലെയേഴ്സ് ഡോട്ട് ഡെൻസ് 1, ആക്ടിവേഷൻ ഈക്വൽ ടു സിഗ്മോയിഡ്. ഇതാണ് എന്ത്, നമ്മുടെ ഔട്ട്പുട്ട് ലെയർ. ഓക്കെ. ഇത് നമ്മുടെ ഹിഡൻ ലെയർ, ഇത് നമ്മുടെ ഔട്ട്പുട്ട് ലെയർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഔട്ട്പുട്ട് ലെയറിൽ ആകെ ഒരു ന്യൂറോൺ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആ ന്യൂറോണിന്റെ പടം വരച്ചപ്പോൾ ഒരു വട്ടം, പിന്നെ നടുവിൽ ഹിഡൻ ലെയർ, ഇപ്പുറത്തെ ഒരു വട്ടം. ഔട്ട്പുട്ട് ലെയറിൽ ഒരൊറ്റ വട്ടം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് നോക്കുന്നത്, ഒരു യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തു നോക്കുന്നത്. ഹിഡൻ ലെയറിൽ 8 യൂണിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. നമ്മൾ ഔട്ട്പുട്ട് ലെയറിൽ എന്താ ഒരു ന്യൂറോൺ കൊടുക്കാൻ കാരണം നമ്മളിത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒന്നെങ്കിൽ യെസ് ഓർ നോ എന്നുള്ളതായിരിക്കും അല്ലെ, ബൈനറി ആയിരിക്കും. 0 അല്ലെങ്കിൽ 1 ആയിരിക്കും നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നോക്കുന്നത്, അവിടെ ഒരു ന്യൂറോൺ മാത്രം നമ്മൾ കൊടുത്തു നോക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ ഏതാ? സിഗ്മോയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതെന്തിനായിരിക്കും? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പ്രോബബിലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, എന്ന് വെച്ചാൽ 0 and 1 കൺവേർട്ട് ചെയ്യണ ഒരു ഇതാണ് എന്ത്, ഇവിടെ സിഗ്മോയിഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയത് 0.9 ആണ് എങ്കിൽ എന്ത് ചെയ്യും, അതിനെ ക്ലാസ് 1 ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതിൽ എനിക്കിപ്പോൾ കിട്ടിയത് 0.1 ആണ് ഔട്ട്പുട്ട്. അപ്പൊ അതിനെ ക്ലാസ് 0 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എന്ത്, ഈ ഒരു സിഗ്മോയിഡ് എന്നുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. ഈ RELU എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് എന്നായിരുന്നു പറഞ്ഞത്. അതെന്തിനാ? നോൺ ലീനിയർ പാറ്റേൺസിനെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്ത് നോക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ നമ്മുടെ മോഡലിനെ അവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ ഈ മോഡലിൽ ഇപ്പൊ 2 ലെയർ ആണുള്ളത്. ഒന്നെന്താണ്, ഹിഡൻ ലെയർ, അതിൽ 8 ന്യൂറോൺ ഉണ്ട്. പിന്നെ RELU കൊടുത്തുകൂടും ആക്ടിവേഷനിൽ. പിന്നെ ഔട്ട്പുട്ട് ലെയറിൽ എന്താണ്, ഒരു ന്യൂറോണേ ഉള്ളൂ. ആക്ടിവേഷൻ ഫംഗ്ഷൻ ഏതായിരുന്നു? സിഗ്മോയിഡ് ആയിരുന്നു നമ്മൾ കൊടുത്തു നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡലിനെ നമുക്ക് കമ്പയർ ചെയ്യാം. മോഡലോട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാട്ടോ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇതിലൊരു ഒപ്റ്റിമൈസർ കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി സജഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഇതന്നെ കൊടുക്കാം, ലോസ്. ഓക്കെ. ഒപ്റ്റിമൈസർ ആഡം കൊടുത്തു. അതെന്തായിരിക്കും, ആ ഒരു മോഡല് ലേൺ ചെയ്യുന്ന ഉണ്ടാവുമല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒപ്റ്റിമൈസർ ആഡം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആഡം കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ ആഡം കൊടുത്തു നോക്കുന്നത്. ഫൈൻ. ഇനി ലോസ് നമ്മൾ കൊടുത്തു നോക്കുന്നത് ബൈനറി ക്രോസ് എൻട്രോപ്പിയാണ്. അത് മെയിനായിട്ടും ഈ നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം അതിൽ വരുന്ന എറേഴ്സിനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. എന്നുവെച്ചാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വരുന്ന ഔട്ട്പുട്ട് 0, 1 അല്ലെങ്കിൽ യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ വരുന്ന കേസിലായിരിക്കും നമ്മൾ ഈ ഒരു ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഇനി മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്തു, അക്യുറസി കൊടുത്തു. എന്ന് വെച്ചാൽ ആ ഒരു ട്രെയിനിങ്ങിൽ എത്ര അക്യുറസിയാണ് നമുക്ക് കിട്ടി നോക്കുന്നത്. എന്ന് വെച്ചാൽ 85% കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. അങ്ങനത്തെ രീതിയിൽ അക്യുറസി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്, മെട്രിക്സ് അക്യുറസി എന്ന രീതിയിൽ നമ്മൾ കൊടുത്തു നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ലെയർ ക്രിയേറ്റ് ചെയ്തു, മോഡലിൽ നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ? എനിക്കിപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഡാറ്റാ സെറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഡാറ്റാ സെറ്റ് ഒക്കെ വെച്ചിട്ടെങ്കിൽ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതെങ്ങനെ ചെയ്യിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ട് numpy as np ഇതും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതേപോലെ ഞാൻ വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് ഇല്ലല്ലോ, അപ്പം ഞാനൊരു NP array നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. 0,0 ഇതന്നെ മതി. ഓക്കെ, ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സീക്വൻഷ്യൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം. മോഡൽ ഡോട്ട് ഫിറ്റ്, ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, എക്സ് കോമ വൈ കൊടുത്തു. എക്സ് ക്യാപിറ്റൽ എന്നില്ല, അതെ 100 കൊടുത്തു. വെർബോസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, മോഡലിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ലോസ് കോമ അക്യുറസി കൊടുക്കാം. അക്യുറസി ഈക്വൽസ് മോഡൽ ഡോട്ട്, നമ്മൾ മെഷീൻ ലേണിംഗിൽ പഠിച്ച ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ സീരീസ് പോയിട്ട് കാണാം. ഓക്കെ, പ്രിന്റ് ലോസ്. നമുക്ക് മെഷീൻ ലേണിംഗിന്റെ ലൈഫ് ടൈം ആക്സസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാം. accuracy sorry comma okay, accuracy 1 ആണ് നമുക്ക് ഇതിൽ വന്ന് നോക്കുന്നത്. ഇനി നമുക്ക് prediction നടത്താം. predictions equals model dot predict x print predictions. ഓക്കെ, ഇതിപ്പോൾ വന്നോക്കുന്നത് 0.4 അങ്ങനത്തെ രീതിയിലാണ് വന്നോക്കുന്നത്. ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ മീൻസ് 0s and 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് predictions greater than 0.5 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, step 0 1 1 0 എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ ചെയ്തൊക്കെ, ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നത്. സിമ്പിൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട്, സിമ്പിൾ ANN യൂസ് ചെയ്തിട്ട്, ടെൻസർഫ്ലോ എന്നുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ കെറാസ് എന്നുള്ള ലൈബ്രറി നമ്മൾ അല്ലെങ്കിൽ ഒരു API യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് നമ്മളിവിടെ യൂസ് ചെയ്ത് നോക്കുന്നത്. ഈ ഒരു എവിടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എക്സ് വൈ എന്ന് കൊടുത്ത് നോക്കുന്നത്, ഇത് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു XOR പ്രോബ്ലം ആണ് വരുന്നത്. XOR നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ അതിവിടെ ടൈപ്പ് ചെയ്ത് തരാം. നമ്മൾ മെഷീൻ ലേണിംഗിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. x1 x2 ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പൊ x1 0 x2 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. x1 0 x2 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഇത് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. നമ്മുടെ XOR ഉണ്ടല്ലോ, ആ XOR പ്രോബ്ലം ആയിരിക്കും നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പ്രോബ്ലത്തിലോട്ട് വരാം. ഓക്കെ, താങ്ക് യു.